അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കൂടി കർത്താവിന്റെ വചനത്തിന്റെ മനോഹാരിത ദർശിപ്പാൻ വലിയവനായ ദൈവം നമുക്ക് നൽകി തന്ന അനുഗ്രഹീത നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ നമ്മെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയുടെ കൃത്യമായ നിർവഹണത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്ന വചനധ്യാനം ആഴ്ചയിൽ 2 ദിവസമാണ് നമുക്ക് ഇങ്ങനെ കൂടാനായിട്ട് കഴിയുന്നത് എങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിനേറെ പ്രയോജനപ്രദമാകേണ്ടതിന്, അല്ലാതെയും ദൈവവചനത്തിന് മുൻപാകെ നമ്മളായിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് വേണ്ടും പോലെ ആലോചനകളെ പ്രകാശിപ്പിച്ച് തരേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ കൂടുതലായി നമ്മെ സമർപ്പിക്കുകയും വചനത്തിനനുസാരമായി ശുശ്രൂഷയും ജീവിതവും പരസ്പരം പൂരകമാക്കി കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് പ്രസൈഡ് ചെയ്യുന്ന കർത്തൃദാസനോടുള്ള വന്ദനം അറിയിക്കുകയാണ്. 40 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് സമർപ്പണത്തോടെ ആയിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ പ്രിൻസ് അവറുകൾ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, ആ ഉപവാസ പ്രാർത്ഥനയോട് ഏകീഭവിച്ചുകൊണ്ട് സെഷനുകളിൽ സംബന്ധിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ 40 ദിനരാത്രങ്ങൾ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് കൊടുക്കുന്ന വിശേഷമായിരിക്കുന്ന ശക്തിയോടും ആത്മീയ പരിജ്ഞാനം ഏറെ പ്രാപിച്ചുകൊണ്ട് കരുത്തോടുകൂടെ ഇനിയും പ്രയോജനമാകേണ്ടതിന് വളരെയധികം ആത്മീയാവേശത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാരെ വിശേഷ വിധിയായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പകലും ഇവിടെ പ്രത്യേകമായ മീറ്റിങ്ങിൽ ഞങ്ങൾ കർണാടകയുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഞാനിവിടെ നമ്മുടെ സഭയിൽ എല്ലാവരോടും അത് പ്രസ്താവിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞങ്ങൾ അതിനും കൂടെ ചേർന്ന് ഉപവസിക്കുകയുണ്ടായി. അപ്പൊ എല്ലാവരും തുടർമാനമായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അതൊരു വലിയ അനുഗ്രഹമാക്കി തീർക്കട്ടെ. അതിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഞങ്ങൾ ചിലര് അവിടെ വന്ന് ആ മീറ്റിങ്ങിൽ ചില ദിവസങ്ങളായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കർണാടകയ്ക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു വലിയ ഉത്തേജനമായിട്ട് ഈ 40 ദിവസങ്ങളിലെ മീറ്റിംഗ് നമുക്കും കൂടെ സഹായകവും ഉപകാരവുമാകട്ടെ. നമ്മുടെ പാഠവിഷയത്തിലേക്ക് മടങ്ങി വരാം. അവസാനമായി നമ്മൾ ചിന്തിച്ച് നിർത്തിയത് 2 വിഭാഗം മക്കൾ എന്നുള്ളതായി. 2 വിഭാഗം മക്കളെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. പാസ്റ്റർജി ഒരു മിനിറ്റ്, 2-3 ഡിവൈസ് അൺമ്യൂട്ട് ആണ്. അതെ, അതിൻ്റെതായ ശബ്ദകോലാഹലങ്ങൾ ഇവിടെ കേൾക്കുന്നു. അതൊന്ന് മ്യൂട്ട് ചെയ്താൽ ഓക്കെ ആയെന്ന് തോന്നുന്നു. 2 വിഭാഗം മക്കൾ എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്, ഓർക്കുമല്ലോ. 3-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യവും 3-ന്റെ 10-ാമത് വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ 2 വിഭാഗം മക്കളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ മക്കൾ, പിന്നെ പിശാചിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ ആരാണ്, ദൈവത്തിന്റെ മക്കളാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പിന്നെ പിശാചിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കളാകേണ്ടതിനുള്ള യോഗ്യത ഇല്ലാത്തവരെല്ലാവരും പിശാചിന്റെ മക്കളാണ്. 3-മതൊരു ഓപ്ഷൻ ഇല്ല, 2 ഓപ്ഷനേ ഉള്ളൂ. അതാണ് ആ 3-ന്റെ 10-ാം വാക്യത്തിന്റെ, യോഹന്യ സിദ്ധാന്തത്തിലെ ആ 10-ാം വാക്യത്തിന്റെ പ്രസക്തി അതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അവിടെ വരെയാണ് നമ്മൾ ചിന്തിച്ചത്. അടുത്തത് നമ്മുടെ ത്രികാല അവസ്ഥ എന്നുള്ളതാണ്. നമ്മുടെ ത്രികാല അവസ്ഥ. നമ്മുടെ ത്രികാല അവസ്ഥ 3-ാം അധ്യായം 1-ാം വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ്, 3-ന്റെ 1 അല്ല, 3-ന്റെ 2-ാം വാക്യം. 3-ന്റെ 2-ാമത് വാക്യം. നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു, നാം ഇന്നതാകും എന്നിതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ
നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും. രണ്ടാമത് വാക്യത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. നമ്മുടെ അവസ്ഥകളിൽ രണ്ട് പ്രധാന കാര്യം. ഒന്ന്, നാം ഇപ്പോൾ ദൈവമക്കളാകും. അത് വർത്തമാനകാല അവസ്ഥയാണ്. ദൈവമക്കൾ എന്നുള്ളത് വർത്തമാനകാല അവസ്ഥയാണ്. നാം ഇനിയും ആരാകും എന്നുള്ളതാണ് ആ വാക്യത്തിൽ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അവൻ ഇരിക്കും പോലെ നാം ആകും എന്നതാണ്. അവൻ ഇരിക്കും പോലെ, യേശുവെ പോലെ നാം ആകും എന്നതാണ് നമ്മുടെ ഭാവികാല അവസ്ഥ. അത് നമ്മുടെ പ്രത്യാശയാണ്. വർത്തമാനകാല അവസ്ഥ ദൈവമക്കൾ എന്നുള്ളതാണ്. ഭാവികാല അവസ്ഥ നാം കർത്താവിനെ പോലെ ആകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു ചിന്തയെ നമ്മൾ അവിടെ നിന്ന് തന്നെ കണ്ടെത്തണം. നമ്മുടെ ഭൂതകാല അവസ്ഥ എന്തായിരുന്നു എന്ന്. ഇപ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ലഭിക്കപ്പെടും നമ്മുടെ ഇന്നലകൾ എന്തായിരുന്നു, നമ്മുടെ ഭൂതകാല അവസ്ഥ. ഇപ്പോൾ നമ്മൾ ദൈവമക്കളായി എങ്കിൽ നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ആരായിരുന്നു? 3:10 പറഞ്ഞിരിക്കുന്നത് പോലെ നാം ദൈവമക്കൾ ആയിരുന്നില്ല, പകരം പിശാചിന്റെ മക്കൾ, പിശാചിന്റെ നിയോഗത്തിൽപ്പെട്ടവർ ആയിരുന്നു. പിശാച് എന്ന പിതാവിന്റെ മക്കളായിരുന്നു നമ്മൾ. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്നിരുന്ന ആ ഒരു ദയനീയമായ അവസ്ഥ. അപ്പൊ ഈ രണ്ടാം വാക്യത്തിൽ നമ്മുടെ 3 അവസ്ഥകളെ നമ്മൾ കണ്ടെത്തണം. യോഹാന്യമായിരിക്കുന്ന ഒരു കണ്ടെത്തലാണ്. യോഹാന്യ സിദ്ധാന്തത്തിന്റെ ഒരു വിശേഷവിധിയായ ചിന്തയാണ്. നമ്മൾ ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വർത്തമാന കാലാവസ്ഥയാണ്. ഇപ്പോൾ ദൈവമക്കളായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്. എങ്ങനെയാണ് ദൈവമക്കളായത് എന്നുള്ളത്. യേശുവിനെ കൈക്കൊണ്ടു, യേശുവിനെ വിശ്വസിച്ചു, ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടു. ഉപദേശമാണത്, മറന്നു പോകരുത് ഒരിക്കലും. അവനെ കൈക്കൊണ്ടു, ദൈവമായി, കർത്താവായി, രക്ഷകനായി. യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ കാണുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 കണ്ടതാണ് ആ വാക്യം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. 2, നാം അവനിൽ വിശ്വസിച്ചു. വിശ്വാസം. ഗലാത്യലേഖനം 3:26 വാക്യത്തിൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നമ്മൾ ദൈവമക്കളായി. 3-ാമത്തേത് റോമർ 8:14 വാക്യം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകും. ഓക്കെ. അപ്പോൾ ഈ 3 അടിസ്ഥാന വേദ തത്വങ്ങളിൽ, സത്യങ്ങളിൽ, അടിസ്ഥാന വേദ ഉപദേശങ്ങളിലേക്ക് നാം വരുമ്പോൾ നാം ദൈവമക്കളാകുന്നു. പക്ഷെ ദൈവമക്കളാകുന്നതിന് മുൻപ് നമ്മുടെ അവസ്ഥ, നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതി, നമ്മുടെ ഭാവം എന്തായിരുന്നു എന്നുള്ളതും കൂടെ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അവിടെ അതിനെ അന്വേഷിക്കണം. ഇപ്പോൾ ദൈവമക്കളായിരുന്നെങ്കിൽ ഇന്നലെ വരെ ആരായിരുന്നു? ഇപ്പോൾ എന്നുള്ള ആ ഒരു സമയത്തിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ ആരായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭൂതകാലാവസ്ഥയുടെ ദയനീയത മുൻപ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 1, 2, 3, 4 വാക്യങ്ങൾ അത് ഓർത്തിരിക്കണം. നമ്മുടെ ഭൂതകാലാവസ്ഥ ഇന്നിപ്പോൾ എത്ര മെച്ചമാണ് എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ നമ്മുടെ ഭൂതകാലാവസ്ഥ വിവരിക്കുന്ന നിരവധി വാക്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ചില വാക്യങ്ങളൊന്ന് കുറിച്ചുകൊള്ളുന്നത് നല്ലതായിരിക്കും. ഭൂതകാലാവസ്ഥ, ഇത് ജനതയെ നമ്മൾ ബോധ്യമാക്കണം. മുമ്പ് നമ്മൾ ഇങ്ങനെ ആയിരുന്നു, ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ഓർത്ത് ദൈവത്തിന്, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുവാൻ, കർത്താവിന്റെ മുമ്പിൽ ഒന്നുകൂടെ വിധേയപ്പെടാൻ, നിറഞ്ഞ കണ്ണുകളോടെ സ്തോത്രാർപ്പണം നടത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ ഭൂതകാല അനുഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ആ വാക്യങ്ങൾ കുറിച്ചുകൊള്ളണം. 1 എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. നമ്മുടെ ഭൂതകാല അവസ്ഥ അവിടെ പറയുന്നു. മരിച്ചവരായിരുന്നു. പിന്നെ നമ്മുടെ ഭൂതകാല സംസ്കാരവും നടപ്പും എങ്ങനെയായിരുന്നു എന്നാണ് 2-3 വാക്യങ്ങളിൽ പറയുന്നത്. ആകാശത്തിന്റെ അധികാരമനുസരിച്ച്
ലോകത്തിന്റെ ഗതിക്കനുസരിച്ച്, പിന്നെ ജഡത്തിന്റെ മനോവികാരങ്ങൾക്കനുസരിച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 2-3 വാക്യങ്ങളിലായിട്ട്. 1, 2, 3. 1-ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ മരിച്ചവരായി. 2-3 വാക്യങ്ങളിൽ പിന്നെ അക്കമിട്ട് പറയുന്ന കുറേയേറെ കാര്യങ്ങൾ. എഫെസ്യ ലേഖന പഠനത്തിൽ കൂടെ ഉള്ളവർക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഭൂതകാലാവസ്ഥ, പൂർവകാലാവസ്ഥ, ക്രിസ്തുരഹിത കാലം എന്ന് പറയാം. അത് ക്രിസ്തുരഹിത കാലം. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുരഹിത കാലം, ക്രിസ്തു സഹിത കാലം എന്ന് പറയണം, എന്ന് വിഭജിക്കണം. അപ്പൊ ഭൂതകാലാവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുരഹിത കാലമാണ്. അതാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. അടുത്ത അതേ അധ്യായത്തിൽ തന്നെ 2-ാം അധ്യായം 11 മുതൽ 13 വരെ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെ 7 വിധ ശാപദോഷങ്ങൾ അവിടെ പറയുന്നുണ്ട്. 7 ശാപങ്ങൾ അവിടെ പറയുന്നു. 11 മുതൽ 13-ന്റെ ആരംഭം വരെ. നിങ്ങൾ ദൂരസ്ഥരായിരുന്നു എന്ന് പറയുന്നിടം വരെയുള്ള ഭാഗങ്ങൾ 7 കാര്യങ്ങളാണ് പറയുന്നത്. പ്രകൃതിയാൽ ജാതികളായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, പരിച്ഛേദനക്കാരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. ദൈവമില്ലാത്തവരായിരുന്നു, വാഗ്ദത്വത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് 13-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൂരസ്ഥരായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ദൈവ സാന്നിധ്യത്തിനും നമ്മൾ അകലെയായിരുന്നു. ഒരു മെച്ചവും പറയാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതാണ് നമ്മുടെ ഭൂതകാല അവസ്ഥ. 2-ാമത് എഫെസ്യ ലേഖനത്തിൽ അങ്ങനെ ഇത്രയും വാക്യങ്ങൾ പ്രസ്താവിക്കുന്നു, ഇത്രയും വേദഭാഗങ്ങൾ. 2-ാം അധ്യായം 1 മുതൽ 3 വരെയും 2-ാം അധ്യായം 11 മുതൽ 13 വരെയും. 13-ാം വാക്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, പാതി ഭൂതകാലവും പാതി വർത്തമാനകാലവുമാണ് പറയും. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു എന്ന് 13-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്നു. ഓക്കെ, എഫെസ്യ ലേഖനത്തിന്റെ ആ നിർമ്മിതി വളരെ ശ്രേഷ്ഠമാണ്. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കൂടെ ഇടകലർത്തി ഒരുമിച്ച് പറയുകയാണ്. ഞാൻ ഒന്നുകൂടെ വിശദമാക്കി തരാം, ശ്രദ്ധിക്കണം. 2-ാം അധ്യായം 1 മുതൽ 3 വരെയും 2-ാം അധ്യായം 11 മുതൽ 13 വരെ ഉള്ള വേദഭാഗങ്ങളിൽ നമ്മുടെ ഭൂതകാല അവസ്ഥ വെളിപ്പെടുത്തുന്നു. എന്നാൽ 4 മുതൽ പിന്നീട് അതിന്റെ 10 വരെയുള്ള വേദഭാഗം, 4 മുതൽ 10 വരെയുള്ള വേദഭാഗവും അതേപോലെ 13 മുതൽ 22 വരെയുള്ള വേദഭാഗവും വർത്തമാനകാല അവസ്ഥയാണ് വിശദീകരിച്ചിരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ പഠിച്ചതിന്റെ നോട്ട്സ് സ്വന്തമായിട്ട് തയ്യാറാക്കണം നിങ്ങൾ. വർത്തമാനകാലത്തിൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, കരുണാസമ്പന്നനായ ദൈവം. എബ്രായ ഭാഷയിൽ കരുണ എന്നുള്ളതിന് റഹമീം എന്ന് പറയുന്നു. റഹീം എന്ന് പറയുന്ന, അത് റഹമീം എന്ന് പറയുന്ന പദത്തിന്റെ ഷോർട്ടാണ് റഹീം എന്ന് പറയുന്നത്. മുസ്ലിം സഹോദരങ്ങൾക്ക് റഹീം എന്ന പേരുണ്ട്. റഹീം എന്ന് പറയുന്നത് കാരുണ്യവാൻ എന്നർത്ഥമാണ്. കാരുണ്യവാൻ, ആ കരുണാസമ്പന്നനൻ. കരുണ എന്ന് പറയുന്നത് കാരുണ്യവാൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിൽ മഹാ എന്ന പദം കൂടെ ചേർത്തിരിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഉണ്ടോ? കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹം. പൗലോസിന്റെ ആ പ്രയോഗം വളരെ ചിന്തനീയമാണ്. അവിടെ റഹമീം എന്ന് പറയുന്ന ആ പദം തന്നെ ചിന്തനീയമാണ്, വളരെ ശ്രേഷ്ഠമാണ്. എഫെസ്യ ലേഖനം പഠിച്ചപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു, എത്ര പേർ ഓർക്കുന്നുണ്ടെന്നറിയില്ല. അത് പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ചിന്തയായതുകൊണ്ട് ഞാൻ പിന്നെയും അതിവിടെ എടുത്തു പറയുന്നു. ഭൂതകാലത്തിന്റെ ദയനീയതയിൽ നിന്ന് വർത്തമാനകാലത്തിന്റെ പുരോഗതിയിലേക്ക്, നന്മയിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടുവന്നത്, നമ്മളോട് കരുണ കാണിച്ചത് റഹമീം അഥവാ റഹീം ആയ കർത്താവാണ്. മഹാദൈവമോ നമ്മെ സ്നേഹിച്ച, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അവിടെ കരുണ എന്ന് പറയുന്ന റഹമീം എന്ന പദത്തിന്റെ അർത്ഥതലം, അർത്ഥവിശാലത എന്ന് പറയുന്നത് ആരോട് കരുണ കാണിക്കണമോ ആ വ്യക്തിക്ക് കൊടുക്കുവാനുള്ള സകല സംഗതികളുടെയും വിഭവശേഷി കൈമുതലായിട്ടുള്ളവൻ. അതാണ് റഹമീം. അത് മറന്നു പോകരുത്. ഒന്നുകൂടെ പറയാം. ആരോടാണോ കരുണ കാണിക്കേണ്ടത്, ആ കരുണ കാണിക്കേണ്ടവന് ആയുഷ്കാലം മുഴുവനും എന്ന് പറഞ്ഞാൽ ഇഹപര ജീവിതത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുവാൻ വിഭവശേഷി കൈമുതലായിട്ടുള്ളവനെയാണ് റഹമീം എന്ന് പറയാവുന്നത്. അതാണ് കരുണാസമ്പന്നനായ ദൈവം.
കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അപ്പൊ കരുണയോട് ചേർത്ത് സമ്പന്നതയും കൂടെ പറയുമ്പോ അതവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് വേണ്ടുന്ന മുഴുവൻ സംഗതികളും തൻ്റെ കയ്യിലുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം ഒക്കെ ശാന്തമായി പഠിക്കണം. ഉപവാസ ദിനങ്ങളിലൊക്കെ ധ്യാനിക്കാൻ കൊള്ളാവുന്ന അധ്യായങ്ങളാണ് നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം, ദാനിയേൽ 9, നെഹമ്യാവ് 9. വളരെ അനുഗ്രഹീതമായ അധ്യായങ്ങളാണ്. നെഹമ്യാവ് 9 കണ്ണുനീരോടെ അല്ലാതെ വായിച്ചു തീർക്കാൻ പറ്റില്ല. ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന വഴിയിൽ നെഹമ്യാവ് പറയുകയാണ്, അവരുടെ കൊറ്റിന് മുട്ടുവരാതെ പുലർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ 40 കൊല്ലം അത്രയും ലക്ഷം ജനതയെ പുലർത്തുവാനുള്ള വിഭവശേഷി കർത്താവിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുവനെയാണ് കരുണാസമ്പന്നൻ എന്ന് വിളിക്കാവുന്നത്, റഹമീം എന്ന് പറയാവുന്ന, റഹീം എന്ന് പറയാവുന്ന. ദൈവം ഞങ്ങളുടെ റഹീം ആണ് എന്ന് പറയുമ്പോ ഞങ്ങൾക്കുള്ളതെല്ലാം അവന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഒന്നുപോലും തരാതിരിക്കയില്ല, വേണ്ടതല്ല. യെസ്, ഒന്നും വ്യക്തമല്ല. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. സാജൻ പാസ്സാണ്. പാസ്സേ ഒന്നും മനസ്സിലാകുന്നില്ല. കിട്ടുന്നില്ല. അവിടെ നെറ്റ് ഓവറാകാം. മറ്റുള്ളവരാരെങ്കിലും കേൾക്കുന്നുണ്ടോ? സാജൻ പാസ്റ്റർ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. ഓക്കെ, സാജൻ പാസ്റ്റർക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് തരിക. അതിന്റെ എന്തായിരുന്നാലും ഒരു വോയിസ് മെസ്സേജ് തരിക. നെറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. ഞാൻ എന്തൊക്കെ ഒരു അപശബ്ദങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ റഹമീം എന്ന് പറഞ്ഞാൽ ആരോട് കരുണ കാണിക്കണമോ അവർക്ക് മുഴുവനും കൊടുക്കുവാനുള്ളതെല്ലാം കൈമുതലായിട്ടുള്ളവൻ, മുടങ്ങാതെ, കൊറ്റിന് മുടക്കം വരാതെ. ഒക്കെ നെഹമ്യാവിന്റെ പ്രയോഗം ഭയങ്കര. മരുഭൂമിയിൽ ഒരു നേരം പോലും അവർ പട്ടിണി കിടന്നിട്ടില്ല, അവരിൽ ഒരു ബലഹീനനും ഉണ്ടായില്ല. അങ്ങനെ കൊടുക്കുവാൻ കഴിയുന്നവൻ, അതാണ് അവിടെ കരുണാസമ്പന്നനായ ദൈവം. അപ്പൊ 4-ാം വാക്യം ജനത്തിന് വിശേഷവിധിയായ ആലോചന കൊടുക്കുമ്പോൾ ഈ ചിന്ത റഹമീം എന്ന പദം വിശദീകരിച്ചു കൊടുക്കണം. റഹമീം എന്നുള്ള ആ പ്രയോഗം അത് വളരെ ശ്രേഷ്ഠമായ. സാറേ, ആ വേർഡ് ഹീബ്രു ആണോ ഗ്രീക്ക് ആണോ? എബ്രായ പദമാണ് റഹമീം. റഹീം, റഹമീം എന്നുള്ളത് എബ്രായ പദമാണ്. എബ്രായ പദം. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പാസ്റ്റർ പറഞ്ഞില്ലായിരുന്നു, അതൊന്നും പറയാമോ? ആരോടാണോ കരുണ കാണിക്കേണ്ടത്, ആരോടാണോ കരുണ കാണിക്കേണ്ടത് ആ വ്യക്തിക്ക് നൽകാനുള്ളതിന്റെ എല്ലാം വിഭവശേഷി കൈമുതലായിട്ടുള്ളത്. നമ്മൾ പലരോടും കരുണ കാണിക്കാറുണ്ട്. പക്ഷെ കരുണ കാണിച്ചിട്ട് പോരുക എന്നുള്ളതല്ലാതെ അവരുടെ എല്ലാ കാര്യങ്ങളും എക്കാലത്തും ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു നേരത്തേക്കോ 2 നേരത്തേക്കോ ഒരു ദിവസത്തേക്കോ അവർക്ക് ആഹാരം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. ഒരു ജോഡി വസ്ത്രം അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വന്നേക്കാം. ഒരു മാസത്തെ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. ഒരു മാസത്തെ വാടക കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വന്നേക്കാം. ആയുഷ്കാലം മുഴുവനും അവരെ പുലർത്താൻ നമുക്ക് പറ്റില്ല. അവർക്ക് വേണ്ടതെല്ലാം കൃത്യമായി മുറ തെറ്റാതെ കൊടുക്കുവാൻ വിഭവശേഷി നമ്മുടെ കയ്യിലില്ല. നാം കഴിഞ്ഞു പോകാൻ നമ്മൾ തന്നെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിക്ക് വേറെ ചിലർക്ക് കൂടെ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റാതെ വരും. എന്നാൽ റഹമീം എന്ന് പറയുമ്പോൾ, റഹീം എന്ന് പറയുമ്പോൾ ആ പദത്തിന്റെ അർത്ഥം എത്ര പേരുണ്ടെങ്കിലും ഒരു രാജ്യം മുഴുവനും ലോകത്തെമ്പാടുമുള്ള ജനതയ്ക്ക്, ഇവിടെ ജനിച്ചു വളർന്ന് ജീവിച്ച മനുഷ്യൻ മുഴുവനും പ്രാണവായു വലിച്ചു 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 വലിച്ച് ഇന്ന് വരെ അത് തീർന്നിട്ടില്ല. വീണ്ടും പ്രാണവായു മനുഷ്യന്, ജീവജാലങ്ങൾക്ക് മുഴുവനും ലഭിക്കപ്പെടുന്നുണ്ട്. ആർക്കാ ലഭിക്കപ്പെടാത്തത്? എല്ലാവർക്കും ലഭിക്കപ്പെടുന്നുണ്ട്. ആ വിഭവശേഷി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
മനുഷ്യൻ കുടിച്ചു കുടിച്ചു കുടിച്ച് തീർത്തിട്ടില്ല വെള്ളം, പിന്നെയും അത് മണ്ണിൽ രൂപപ്പെട്ടു വരികയാണ്. കോരി 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 എടുക്കാൻ പറ്റുന്ന നിലയിൽ തിന്നു തീരുന്നില്ല മനുഷ്യൻ ഇവിടുത്തെ ഫലമൂലാദികൾ. വീണ്ടും കിളച്ചെടുക്കുന്നു, വെട്ടിയെടുക്കുന്നു, പറിച്ചെടുക്കുന്നു. കണ്ടില്ലേ വിഭവശേഷിയുടെ ആ ധാരാളിത്വം. അതാണ് എല്ലാ മനുഷ്യനും ഉപയോഗത്തിലെ അനാസ്ഥ കൊണ്ടോ ഉപയോഗത്തിലെ അശ്രദ്ധ കൊണ്ടോ ഒക്കെ പാഴായി പോകുന്നു എന്നുള്ളതാണ്. ഉപയോഗത്തിൽ അല്പം കൂടെ ശ്രദ്ധ കാട്ടിയാൽ ഈ വിഭവശേഷിയെ എത്ര നന്നായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കരുണാസമ്പന്നനായ ദൈവം മനുഷ്യനെ നശിപ്പിച്ചു കളഞ്ഞിട്ടും പിന്നെയും പിന്നെയും അവന് വേണ്ടതെല്ലാം വിളയിച്ചു കൊടുക്കുന്ന ആ വിഭവശേഷിയുടെ ഉടമയാണ് റഹീം, കരുണാസമ്പന്നൻ എന്ന് പറയാവൂ. ഓക്കെ, അപ്പൊ നമ്മള് 2-ാം അധ്യായം വളരെ പ്രസക്തമാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായല്ലോ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മോട് കാണിച്ച മഹാസ്നേഹമാണ്. നമ്മോട് കാണിച്ചത് സാധാരണ സ്നേഹമല്ല, മഹാസ്നേഹമാണ്. മഹാശക്തനാണ്, മഹാദയാലുവാണ്, മഹാരാജാവാണ്, മഹാകാരുണ്യവാനാണ്. ദൈവത്തിന് മാത്രം ചേർത്ത് പറയാവുന്നൊരു പ്രയോഗമാണ് മഹാ 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 എന്നുള്ളത്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം, ഇതെല്ലാം മഹാ 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 എന്ന് പറയാൻ പറ്റുന്നതാണ്. മനുഷ്യന് യോജിക്കുന്ന പദമല്ലത്. മനുഷ്യനെ മഹാൻ എന്നൊക്കെ നമ്മൾ പറയും. എത്ര കാലം അങ്ങനെ പറയാൻ പറ്റും? പിന്നെ ഓർമ്മയിലേക്കായി പോവുകയാണ്. പക്ഷെ നിത്യത മുതൽ നിത്യതയോളം അങ്ങനെ തുടരുന്ന ഏകനിത്യവർത്തമാനത്തിൽ കഴിയുന്ന ദൈവത്തിന് മാത്രം യോജിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രയോഗമാണ് മഹാ എന്നുള്ളത്. മഹാദയാലു, മഹാകാരുണ്യവാൻ, മഹാശക്തനായവൻ, മഹാജ്ഞാനിയായവൻ. പുരാതന ഭക്തനായിരുന്ന ഇയ്യോബ് പോലും പറയുന്നുണ്ട് മഹാജ്ഞാനിയാകുന്നു. മഹാശക്തനും മഹാജ്ഞാനിയുമാകുന്നു. ദൈവത്തെക്കുറിച്ചാണ് പറയുക, കർത്താവിനെ കുറിച്ചാണ്. അല്പം കൂടെ ശ്രദ്ധിച്ചു പഠിച്ചാൽ അത് ക്രിസ്തു വിജ്ഞാനീയമാണ്. ഇയ്യോബിന്റെ ക്രിസ്തു ദർശനമാണത്. 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഇയ്യോബ് 9:4 മഹാശക്തനും മഹാജ്ഞാനിയും. മലയാള ബൈബിളിൽ അവൻ ശക്തനും മഹാജ്ഞാനിയുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ മഹാ എടുത്ത് ഇപ്പുറത്തിടണം, ശക്തന്റെ ഇപ്പുറത്ത് മഹാ എന്നും കൂടെ ചേർക്കണം. മഹാശക്തനും മഹാജ്ഞാനിയുമാകുന്നു. അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവനാർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ 9-ാം അധ്യായത്തിന്റെ 4, 5, 6, 7, 8 ഈ വാക്യങ്ങളെല്ലാം തന്നെ ഇയ്യോബ് 9:4 മുതൽ താഴേക്ക് 8 വരെ അവൻ സമുദ്രത്തിന്റെ തിരമാലകളുടെ മീതെ നടക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇയ്യോബിന്റെ ക്രിസ്തു ദർശനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദൈവവുമായി ചേർത്ത്, കർത്താവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയുന്ന ഒരു പദമാണ് മഹാ എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ആ മഹാ എന്നുള്ളത് എന്തിനോടെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട് എന്തിനോടൊക്കെ ചേർക്കാം. മഹാസ്നേഹമാണ് നമുക്ക് നൽകിയത്, മഹാശക്തനാണ്, മഹാജ്ഞാനിയാണ്, മഹാദയാലുവാണ്, മഹാരാജാവാണ്, മഹാദൈവമാണ്. 93-ാം സങ്കീർത്തനത്തിലല്ലേ പറയുന്നവൻ മഹാദൈവമല്ലോ. 95-ാം സങ്കീർത്തനത്തിലും പറയുന്നുണ്ട് മഹാദൈവമല്ലോ, മഹാരാജാവാകുന്നു. മഹാ ചേർത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് തിരുവെഴുത്തിൽ. ഈ കോൺകോൺസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മഹാ എന്ന് പറയുന്ന ആ ആ ഒരു പ്രയോഗത്തോട് ചേർത്ത് ദൈവിക കാര്യങ്ങളെ അക്കമിട്ട് നിരത്തിയിരിക്കുന്നതിന് ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ സേവിക്കുന്നത് മഹാദൈവത്തെയാണ്. ആ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹ നിമിത്തമാണ് പൂർവകാല ഗതികേടിൽ നിന്ന് വർത്തമാനകാല മഹത്വത്തിലേക്ക് നമ്മൾ വന്നത്. നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാനകാലം എന്ന് പറയുന്നത് സഭാന്തരീക്ഷമാണ്, ദൈവത്തോട് ചേർന്നുള്ള അനുഗ്രഹീതമായ അനുഭവം. അപ്പൊ യോഹാന്യ ചിന്തയാണ് നമ്മൾ അപഗ്രഥിക്കുന്നത്, വിട്ടുപോകരുത്. ഇപ്പോൾ നമ്മൾ ദൈവമക്കളായിരിക്കുന്നു. ഇപ്പോൾ ദൈവമക്കളായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവമക്കൾ എന്നുള്ള പദവിയുടെ മാന്യത മനസ്സിലാക്കണമെങ്കിൽ, അതിന്റെ ഭാഗ്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ മുൻപ് നമ്മൾ ആരായിരുന്നു എന്നറിയണം. അതിനാണ് എഫെസ്യ ലേഖനം നൽകിയത്. ഇനിയും മറ്റൊരു അധ്യായം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പൗലോസ് മാത്രമല്ല നമ്മുടെ പൂർവ്വകാല അവസ്ഥ വിശദീകരിക്കുന്നത്, പത്രോസും അത് തന്നെ പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വന്നേ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അന്ധകാരത്തിലായിരുന്നു. പ്രകാശത്തിന്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ ഇരുട്ടിലായിരുന്ന അവസ്ഥ ഓർക്കണം. അതിനാണ് പത്രോസ് അതിവിടെ അനുസ്മരിക്കുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം ഒരു അനുസ്മരണ അധ്യായമാണ്. പൂർവ്വകാലത്തിന്റെ അനുസ്മരണമാണ്.
ഓക്കെ, വർത്തമാനകാലത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പൂർവ്വകാലത്തെ അനുസ്മരിക്കുകയാണ്. പത്രോസും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ആത്മീക പ്രകാശമില്ലേ, ആ പ്രകാശത്തിന്റെ വലിപ്പം, ആ പ്രകാശത്തിന്റെ ആസ്വാദ്യത, ആ പ്രകാശത്തിന്റെ സവിശേഷത നമുക്ക് ബോധ്യമാകാൻ നമ്മൾ മുൻപ് അന്ധകാരത്തിലായിരുന്നു എന്നുള്ള വസ്തുതയും അന്ധകാരത്തിന്റെ ആ ഭയാനകത നമ്മളെ എത്രമാത്രം അലോസരപ്പെടുത്തിയിരുന്നു, എത്രമാത്രം താഴ്ത്തിയിരുന്നു, എത്രമാത്രം നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നു, എത്രമാത്രം നമുക്കത് ശാപമായി അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഈ വർത്തമാനകാല പ്രകാശത്തിന്റെ അതിന്റെ പ്രത്യേകതയും അതിന്റെ ശ്രേഷ്ഠതയും നമുക്ക് ബോധ്യമാകും. അതാണ് 9-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കെന്നല്ല, അത്ഭുത പ്രകാശത്തിലേക്ക്. ആ പ്രകാശം നമുക്ക് ജീവൻ തരുന്നു, ആ പ്രകാശം നമുക്ക് ശാക്തീകരണം തരുന്നു, ആ പ്രകാശം നമുക്ക് പ്രത്യാശ നൽകുന്നു. അതുകൊണ്ടൊക്കെയാണ് അത്ഭുത പ്രകാശം എന്ന് പറയുന്നത്, ജീവൻ നൽകുന്ന പ്രകാശം. യോഹന്നാൻ പറയുന്നുണ്ട് ജീവൻ, ഈ യോഹന്നാന്റെ അനുഗ്രഹീതമായ പദമാണ് ജീവൻ എന്നുള്ളത്. സ്നേഹവും സത്യവും ജീവനും യോഹന്നാന്റെ ഏറ്റവും ഇഷ്ടമുള്ള ചില പദങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രകാശം അത്ഭുത പ്രകാശമാണെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഇലകളിൽ നടക്കണമെങ്കിൽ സൂര്യൻ ഉദിച്ചു വരണം. ഇരുട്ട് ഇത്ര മണിക്കൂറേ ആകാവൂ, അത് കഴിഞ്ഞാൽ പ്രകാശം ഭൂമിയിലേക്ക് വിതറപ്പെടണം. അതിനാണ് ദൈവം ആ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. പ്രകാശം വരാതെ ചെടികളിൽ അന്നജ നിർമ്മാണം നടക്കില്ലല്ലോ. അപ്പൊ ആ പ്രകാശമാണ് ചെടികളിൽ ജീവൻ രൂപപ്പെടുത്തുവാൻ കാരണമായി മാറുന്നത്. പ്രകാശം ജീവനാണ്. നമുക്ക് ആത്മപ്രകാശം ലഭിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ജീവനുള്ളവരായി മാറുന്നത്. ആ പ്രകാശത്തിൽ തന്നെ നിലകൊള്ളണം. അപ്പൊ അത്ഭുത പ്രകാശം എന്ന് പറയാൻ കാരണം ഇത് ജീവൻ തരുന്നു, ഇത് ശാക്തീകരണം തരുന്നു, ഇത് പ്രത്യാശ നൽകുന്നു എന്നൊക്കെയുള്ളത്. പ്രഭാതമാകുമ്പോഴേക്കൊരു പ്രത്യാശ, ഇരുട്ടിന്റെ ആ മറ മാറിയിട്ട് സൂര്യകിരണങ്ങൾ കാണുമ്പോൾ പ്രത്യാശ, പകലിലേക്ക് നമുക്ക് ഇറങ്ങുവാനൊരു പ്രത്യാശ. അല്പം കൂടെ നേരം വെളുത്തിട്ടിറങ്ങാം എന്ന് പറഞ്ഞ് ഒരുങ്ങിയിട്ടും പിന്നെയും കാത്തു നിൽക്കുക, നടന്നു പോകണം, അല്പം കൂടെ ഒന്ന് വെളിച്ചമാകട്ടെ. വെളിച്ചമെന്ന് പറയുന്നത് പ്രത്യാശയാണ്. ഇരുട്ടെന്ന് പറയുന്നത് നിരാശയും ദുഃഖവും വേദനയും ഒക്കെയാണ്. മരണ ദുഃഖം വരെ അതിനകത്തുണ്ട്. പക്ഷെ പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശ നൽകുന്ന, അതുകൊണ്ടാണ് ഇതിനെ അത്ഭുത പ്രകാശം എന്ന് പറയുന്നത്. ജീവനുണ്ട് ഇതിനകത്ത്, ശക്തിയുണ്ട്, പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അത്ഭുത പ്രകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യോഹന്നാൻ അവിടെ 2-9 വാക്യത്തിൽ നമ്മുടെ ഭൂതകാലാവസ്ഥ അന്ധകാരത്തിലായിരുന്നു. അന്ധകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ്, അബദ്ധജടിലമായ ഉപദേശങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്നു എന്നുള്ളതാണ് അന്ധകാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത്ഭുത പ്രകാശത്തിലാണ്. ആ പ്രകാശം കർത്താവ് നമുക്ക് നൽകിയത് തിരുവചനത്താൽ നമുക്ക് ലഭ്യമായ പ്രകാശമാണ് എന്ന് നാം അറിയും. അപ്പം പത്രോസും ഭൂതകാലത്തെ അനുസ്മരിക്കുന്നു. ഇനി പത്രോസ് പറയുന്ന മറ്റൊരു വാക്യം, അതിന്റെ 25-ാം വാക്യം, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. 1 പത്രോസ് 2:25. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ, കണ്ടോ, മുമ്പ് നമ്മൾ ആയിരുന്ന അവസ്ഥയും ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരൊറ്റ വാക്യം പത്രോസ് ചമച്ചിരിക്കുന്നതാണ് 25-ാമത് വാക്യം. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക്. ആത്മാക്കളുടെ ഇടയൻ, അധ്യക്ഷൻ. ആത്മാക്കളുടെ മുമ്പ് ഒരു ക്ലാസ്സിൽ, നമ്മുടെ ഈ ക്ലാസ്സിലാണോ അതോ ഫെലോഷിപ്പിന്റെ ക്ലാസ്സിലാണോ എന്നറിയില്ല, 25-ാമത് വാക്യത്തിന്റെ വിവരണം ഞാൻ തന്നതാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് അധ്യക്ഷന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. മുൻപേ നമ്മൾ തെറ്റി ഉഴലുന്ന ആടുകളായിരുന്നു. ഇടയന്റെ ആരെ അറിയാതെ അങ്ങുമിങ്ങും ഗതിയറിയാതെ ദിശാബോധമില്ലാതെ അലഞ്ഞവരായിരുന്നു നമ്മൾ. തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. സന്ധ്യ വരെ തിരക്കിട്ട് തിന്നിട്ട് പിന്നെ ചേക്കേറേണ്ട സ്ഥലം എവിടെയെന്നറിയാതെ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞിരുന്നു. ചാടി വീഴുവാൻ വളരെ വിദഗ്ധമായി പാതയോരങ്ങളിൽ കാത്തിരുന്ന ചില ഹിംസ്ര ജന്തുക്കൾ ഉണ്ടായിരുന്നു. അവയുടെയൊക്കെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ പൂർവ്വകാലത്തിൽ ഉണ്ടായിരുന്നു. പലവിധ അന്ധവിശ്വാസങ്ങൾ, പലവിധ ദേവന്മാർ, ദേവിമാർ, ദേവതമാര്, മറ്റുതര വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് കുരുങ്ങിക്കിടന്നിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതല്ല, നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് അധ്യക്ഷന്റെ അടുക്കലേക്കാണ്. ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക്. എത്ര മനോഹരമായൊരു വിവരണമാ നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ അവസ്ഥ
ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക്, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക്. ആത്മാക്കളുടെ ഇടയൻ, തെറ്റിയുഴലുന്ന ആടുകൾക്ക് വേണ്ടുന്നത് ഇടയനെയാണ്. ആത്മാക്കളുടെ ഇടയൻ, കണ്ടില്ലേ? നമ്മുടെ അന്തരാത്മാവിന് സൗഖ്യവും വിടുതലും ആരോഗ്യവും തരുവാൻ കഴിയുന്ന ഒരിടയന്റെ അരികിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. മുമ്പ് ഏതോ ഒരു ഇടയന്റെ അരികിലായിരുന്നു. ആ ഇടയൻ നമ്മളെ തെറ്റിച്ചു, ആ ഇടയൻ നമ്മളെ വഴിയാധാരമാക്കി. എന്നാൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരിടയന്റെ അരികിലേക്കാണ്. ആ ഇടയൻ നമ്മുടെ ആത്മാവിന് സൗഖ്യം നൽകുന്ന ഇടയനാണ്. ആ ഇടയനെയാണ് നമ്മൾ യോഹന്നാൻ 10 കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10 ഇടയനെ കുറിച്ച് നല്ല വിവരണമാണ്. ആ ഇടയൻ തന്നെയാണ് 23 സങ്കീർത്തനത്തിൽ. ആ ഇടയനുമായിട്ടുള്ള നല്ല ബന്ധം, ആ ഇടയനുമായിട്ടുള്ള നല്ല ആന്തരിക രമ്യതയാണ് നമ്മുടെ ഈ ലോക ജീവിതം, ഈ വർത്തമാനകാല ജീവിതം ധന്യവും സുഖകരവുമായി മാറുന്നത് എന്ന് നാം അറിയണം. ഇടയനുമായിട്ടുള്ള ആന്തരിക ബന്ധം, അത് മറന്നു പോകരുത്. നാളുകൾക്ക് മുൻപ് 23 സങ്കീർത്തനവുമായി ബന്ധപ്പെട്ടൊരു അനുഭവമല്ല, ഒരു ദൃഷ്ടാന്തം, നടന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു. ദേവദാസന്മാർ ഓർക്കുന്നുണ്ടോ? അത് ഇടയനുമായിട്ടുള്ള ആന്തരിക ബന്ധവുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ വിവരിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ? ഒരു സംഗീത നിശയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓർമ്മയില്ല. ഓർക്കുന്നില്ല. പ്രസിദ്ധരായിരിക്കുന്ന ഗായകരെ ചേർത്തുകൊണ്ട് ഒരു സംഗീത നിശ. ധാരാളം ആളുകൾ ആ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ നേരം ഒത്തിരി ഇരുട്ടിയിട്ടും പാട്ടുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ജനം ആവേശത്തോടെ ഓരോ പാട്ടുകൾക്കും ചേർന്ന് താളം പിടിക്കുകയും കൈയടിക്കുകയും അവർ ആസ്വദിക്കുകയും ചെയ്യുകയാണ്. പ്രൊസൈഡ് ചെയ്തുകൊണ്ടിരുന്ന അധ്യക്ഷൻ മുൻപിലേക്ക് വന്നിട്ട് പറഞ്ഞു, സ്നേഹിതരെ, ഇതുവരെയും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഗായകൻ മുൻപോട്ട് വന്നിട്ട് ഒരു പാട്ടും കൂടെ പാടും. അത് നമ്മുടെ ഈ ഗാനസന്ധ്യയുടെ, സംഗീത നിശയുടെ അവസാനത്തെ ഗാനമാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ അധികം വൈകാതെ വേണമെന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? അവിടെ കൂടി വന്ന എല്ലാ ആളുകളും ഒരുമിച്ച് കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, ഉടനെ വേണം. പാടാൻ പോകുക, അവസാനത്തെ പാട്ട് പാടാൻ പോകുന്ന ഗായകനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോഴേ എല്ലാവരും കൂടെ ഭയങ്കര ആഘോഷമായി. അദ്ദേഹത്തിന്റെ പാട്ടും കൂടെ കേട്ട് പിരിയാൻ തുടങ്ങുകയാണ്. ആ ഗായകൻ, ജനം ഹൃദയത്തിലേറ്റുകൊണ്ട ഗായകനെ കണ്ട മാത്രയിൽ എല്ലാവരും കൂടെ ആഘോഷത്തോടെ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ വരവേൽക്കത്തക്ക നിലയിൽ കരഘോഷത്തോടെ അദ്ദേഹത്തിനെ ജയ് വിളിച്ചുകൊണ്ട് ആർപ്പുവിളികളുമായിട്ട് എല്ലാവരും സജ്ജമായി. അദ്ദേഹത്തിന് ഒരു പുതിയ ആവേശമുണ്ട്. അദ്ദേഹം മൈക്കെടുത്ത് വെച്ചുകൊണ്ട് ജനത്തെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഈ സംഗീത നിശയുടെ സമാപന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് പ്രസിദ്ധ ഗായകനും സംഗീതജ്ഞനും സംഗീതത്തെക്കുറിച്ച് എന്തും പറയുവാൻ അപഗാധമായ അറിവുമുള്ള ഇസ്രായേലിന്റെ മധുര ഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ദാവീദ് എഴുതിയ 23 സങ്കീർത്തനമാണ് ഞാൻ പാടാൻ പോകുന്നത്. അപ്പൊ ജനത്തിന് ഭയങ്കര ആവേശമായി. അദ്ദേഹത്തിന്റെ ആ പാട്ട് പലരും കേട്ടിട്ടുണ്ട്. അവരെല്ലാവരും ഭയങ്കരമായി ആഘോഷത്തിമിർപ്പിലേക്ക് വന്നു. 23 സങ്കീർത്തനം, യഹോവയുടെ ഇടയനാകുന്നു എന്നുള്ള ആ സങ്കീർത്തനം സമസ്ത സംഗീത ഉപകരണങ്ങളുടെയും അകമ്പടിയോടുകൂടെ അദ്ദേഹം ഈണത്തിൽ പാടി. ആ പാട്ടിനെ കുറിച്ചോ അതിനകത്തെ പ്രബോധനത്തെക്കുറിച്ചോ ഒന്നും പറയാതെ പാട്ടിന്റെ വരികൾ ശക്തമായിട്ട് അദ്ദേഹം പാടി. എല്ലാവരും പഞ്ചപുച്ഛമടക്കി ആദ്യത്തെ വരികൾ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് അവരുടെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ചിലര് വിസിലടിക്കുകയും ആർപ്പുവിളി നടത്തുകയും അദ്ദേഹത്തിന്റെ പേര് വിളിച്ച് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. ചിലർക്കത് അലോസരമായി. പാട്ടിന്റെ ആ ആസ്വാദ്യതയ്ക്ക് ഇവരുടെ ഇടയ്ക്കുള്ള ആർപ്പുവിളി അസഹ്യമാകുന്നു എന്ന നിലയിൽ ഇങ്ങനെ സമ്മിശ്രമായ വികാരഭേദങ്ങളോടെ ആ പാട്ട് അവസാനിപ്പിക്കുമ്പം ജനമെല്ലാം കൂടെ പറഞ്ഞു, ഒരു സ്റ്റാൻസ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പാടണം. ഇനി എന്നാ നമ്മൾ ഇങ്ങനെ കൂടുക, ഒന്നുകൂടെ പാടണം. അദ്ദേഹം പിന്നെയും നിർത്തിവെച്ച പാട്ട് വീണ്ടും ഒരു സ്റ്റാൻസ കൂടെ പാടി. ജനത്തിന് ഭയങ്കര ആവേശം.
അദ്ദേഹം മൈക്ക് പ്രസൈഡർക്ക് കൊടുത്തിട്ട് പിൻവലിയുമ്പോൾ അത് അധ്യക്ഷം വഹിച്ച് അദ്ദേഹം പറഞ്ഞു, ദയവേത് ആരും ഓഡിറ്റോറിയം വിടരുത്. ഇത്രയും നേരം നമ്മൾ ഈ സംഗീത നിശയിൽ കേട്ട പാട്ടുകളിലൊക്കെ ഒരാത്മീക പ്രബോധനം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട ദാവീദിന്റെ സങ്കീർത്തനത്തിലും അതുണ്ടല്ലോ. ആ ഇടയനുമായി നമുക്കൊരാന്തരിക ബന്ധമുണ്ടാകത്തക്ക നിലയിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം. അതിനുവേണ്ടി സീനിയർ മോസ്റ്റായ ഒരു പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളെല്ലാം ഒന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കും. അതിനുവേണ്ടിയും കൂടെ നിങ്ങൾ തയ്യാറാകണം. എല്ലാവരും ശാന്തരായി ആ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിനായിട്ട് മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇങ്ങനൊരു അവസരം പ്രായാധിക്യമുള്ള എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മളിപ്പോൾ അവസാനം കേട്ട ഈ സങ്കീർത്തനം, ആ 23-ാം സങ്കീർത്തനത്തെ കുറിച്ചുള്ള പാട്ട് കേട്ടു. നിങ്ങളുടെ ആവേശം ഞാൻ കണ്ടു. ഞാനും ആ വരികൾക്കൊത്ത് യാത്രയാകുകയായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ആ സങ്കീർത്തനം എനിക്കൊന്ന് ചൊല്ലണമെന്നൊരു നിയോഗമുണ്ട്. ഞാൻ ആ സങ്കീർത്തനം ഒന്ന് ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ജനം നിശബ്ദരായി. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് തുടങ്ങുന്ന വരികൾ അദ്ദേഹം ശാന്തമായി ഉരുവിട്ടു. ഒടുവിൽ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും കൂടി നിന്നിരുന്ന ജനം മുഴുവനും മിക്ക ആളുകളും നെടുവീർപ്പിട്ട് കരയുകയായിരുന്നു, നിലവിളിക്കുകയായിരുന്നു. ഇനിയും ഉച്ചത്തിൽ കരയാത്തവരുടെ എല്ലാം കണ്ണ് നിറഞ്ഞൊഴുകി. അതുവരെ ഓരോ പാട്ടിനും ആർപ്പെട്ടവരും കൂകി വിളിച്ചവരും ഗായകന്റെ പേര് പറഞ്ഞ് അഭിനന്ദിച്ചവരും ആരും മിണ്ടുന്നില്ല. എല്ലാവരും ഏങ്ങലടിക്കുകയാണ്. കരച്ചിലിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തിനിടയിൽ ജനത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കരമുയർത്തി എല്ലാവർക്കും വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറഞ്ഞിട്ടും ഓഡിറ്റോറിയം വിട്ട് ആരും പോകുന്നില്ല. എല്ലാവരും അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട പോലെ അവിടെ നിൽക്കുകയാണ്. പിന്നെ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലേക്ക് ഇറങ്ങി വന്ന ആളുകളെ കാത്തുകൊണ്ട് പത്രപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ഇറങ്ങി വന്ന പലരോടും മൈക്രോഫോൺ നീട്ടിയിട്ട് ചോദിച്ചു, 23-ാം സങ്കീർത്തനത്തെ കുറിച്ചുള്ള പാട്ട് കേട്ടപ്പോൾ നിങ്ങൾ ആടിത്തിമിർത്തവർ, ആ പാട്ടുകാരനൊപ്പം നിങ്ങൾ പാടിയില്ലേ? നിങ്ങൾ ഭയങ്കരമായിട്ട് ശബ്ദകോലാഹലം ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് 23-ാം സങ്കീർത്തനം ആ പിതാവ് ചൊല്ലിയപ്പോൾ നിങ്ങളുടെ ഭാവം വേറൊന്നായിരുന്നു. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? കണ്ണു തുടച്ചുകൊണ്ട് പലരും പറഞ്ഞു, എന്താണ് അങ്ങനെ ഭാവ വ്യത്യാസം ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും പറയാനാവില്ല. ഇപ്പോ പാട്ട് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഭാവമല്ല ആ പിതാവ് സങ്കീർത്തനം ചൊല്ലിയപ്പോൾ ഉണ്ടായത്. എന്താണ് ആ ഭാവമാറ്റമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തോ ഉള്ളിൽ വല്ലാത്തൊരു തിക്കുമുട്ടൽ ഉണ്ടാക്കുന്നു. പലരോടും ചോദിച്ചപ്പോഴെല്ലാവരും ഈ മറുപടിയാ പറഞ്ഞത്. ന്യായമായ കാരണമൊന്നും ആരും പറയുന്നില്ല. ഒടുവിൽ പത്രപ്രവർത്തകര് അന്വേഷിച്ച് നിന്നത് ആ പിതാവിനെ തന്നെയാണ്. അദ്ദേഹം ശാന്തമായി ഇറങ്ങി വരുന്നത് കണ്ടു. പക്ഷെ അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാൻ അവര് ഒരു ഭയപ്പാട് പോലെ, വിധേയത്വത്തിന്റെ ആ ഒരു അവസ്ഥ കൊണ്ട് അദ്ദേഹത്തിന് വഴിമാറിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന അവസാനം പാട്ടുപാടിയ ഗായകനെ അവര് തടഞ്ഞു നിർത്തി. സർ, ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയണം. അദ്ദേഹം കണ്ണ് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. സർ, നിങ്ങൾ കരയുന്നു. ഇവിടെ ഈ ഓഡിറ്റോറിയം വിട്ടു പോകുന്നവരെല്ലാം കരഞ്ഞുകൊണ്ട് പോവുകയാണ്. നിങ്ങൾ പാട്ടുപാടിയപ്പോൾ ഈ ജനം നിങ്ങൾക്കൊപ്പം താളം പിടിച്ചവരാണ്. നിങ്ങളുടെ പേര് വിളിച്ചവരെ നിങ്ങൾക്ക് ആർപ്പുവിളി നടത്തുന്ന ഞങ്ങൾ കേട്ടു. പക്ഷെ നിങ്ങൾ പാടിയ ആ പാട്ടുള്ള അതേ സങ്കീർത്തനം തന്നെ ആ പിതാവ് ശാന്തമായി ഉരുവിട്ടപ്പോൾ ഞങ്ങളും കൂടെ കരഞ്ഞുപോയി. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, കരയാത്തൊരൊറ്റ മനുഷ്യനുമില്ല. താങ്കളും ദേ ഇപ്പോൾ കരയുകയാണ്. എന്താ സാർ ഇതിന്റെ അർത്ഥം? ഒന്ന് വിവരിക്കാമോ? അദ്ദേഹം പറഞ്ഞു, അധികം വിവരിക്കേണ്ടതില്ല. എനിക്ക് ദാവീദിനെ അറിയാം ഏറെക്കുറെ. ദാവീദ് എഴുതിയ സങ്കീർത്തനവും എനിക്കറിയാം. അത് ഈ വാദ്യോപകരണങ്ങളുമായി ചിട്ടപ്പെടുത്തിയ പാട്ട് സ്വരലയ താള വ്യത്യാസമില്ലാതെ പാടാനും എനിക്കറിയാം. എന്നാൽ മറ്റൊരറിവ് ആ സങ്കീർത്തനം പറഞ്ഞ പിതാവിനുണ്ട്. അതാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തപ്പോൾ ഞാനടക്കം നിങ്ങൾ എല്ലാവരും കരഞ്ഞത്. അതെന്താണ് സാർ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. നിങ്ങൾക്ക് ദാവീദിനെ അറിയാം, പാട്ടറിയാം.
പക്ഷേ നിങ്ങൾക്കറിയാത്ത എന്തോ ഒന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണല്ലോ നമ്മളെ കരയിപ്പിച്ചത്. അതെന്താണ്? ആ പാട്ടുകാരൻ പറഞ്ഞു, എനിക്ക് ദാവീദിനെ മാത്രമേ അറിയാവൂ. പക്ഷെ ദാവീദ് എഴുതിയ ആ സങ്കീർത്തനത്തിൽ ഒരു ഇടയനുണ്ട്. ആ ഇടയനുമായി ആന്തരിക ബന്ധമുള്ളതാണ് ആ പിതാവ്. ഇടയനുമായി ആന്തരിക ബന്ധമുള്ള പിതാവ് ആ സങ്കീർത്തനം പറഞ്ഞപ്പോ നമ്മുടെ ഉള്ളിൽ ആ ഒരു ആന്തോളനം ഉണ്ടായതാണ്. ഇടയനുമായി ബന്ധമാകണം. എഴുതിയ ഗായകനുമായി, എഴുതിയ രചയിതാവുമായിട്ടോ ആ ഗായകനുമായിട്ട് ബന്ധം പോരാ. അതിനകത്തൊരു ഇടയനുണ്ട്. ആ ഇടയനുമായിട്ടുള്ള ആന്തരിക ബന്ധം, അതാണ് അനിവാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് ജനത്തിന് കാര്യം ബോധ്യമായത്. ശരിയല്ലേ? സങ്കീർത്തനം പലതും നമ്മൾ വായിക്കാറുണ്ട്, ലേഖനങ്ങൾ പലതും നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ ആ ലേഖനം അല്ലെങ്കിൽ ആ സങ്കീർത്തനം ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ആളത്വവുമായി നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട്, ആ ബന്ധം അനുസരിച്ചാണ് നമ്മുടെ ആത്മീയത നിലനിൽക്കാൻ കഴിയും. ചിലതൊക്കെ പ്രകടനമായി പ്രകസനമായിട്ട് വെറുതെ ആട്ടവും പാട്ടവുമായി മാറാറുണ്ട്. പക്ഷേ ആ സങ്കീർത്തനമോ അല്ലെങ്കിൽ ആ വേദഭാഗമോ മുൻപോട്ട് വയ്ക്കുന്ന ആളത്വ മഹിമയുമായിട്ട് നമുക്ക് എത്രമാത്രം ആന്തരിക ബന്ധമുണ്ടാകും, ആ ബന്ധത്തിനനുസരിച്ചാണ് നമുക്കത് ആസ്വദിക്കാനായിട്ട് കഴിയുന്നത് എന്നൊരു പ്രസിദ്ധമായിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. വെറുതെ വായിച്ചു വിട്ടാൽ പോലെ, വെറുതെ പാടിയ പോലെ. ഓരോ പാട്ടിനകത്തും ഒരാളത്വ മഹിമ ഇങ്ങനെ ജീവന്റെ തുടിപ്പോടെ നിൽക്കുന്നുണ്ട്. ആ ആളത്വവുമായി നമുക്കുള്ള ആന്തരിക രമ്യതയാണ് നമ്മളെ അതിന്റെ ആസ്വാദ്യതയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ ഇവിടെ ഇടയനെ കുറിച്ച് പറയുകയാണ്, ആത്മാക്കളുടെ ഇടയൻ. അപ്പൊ ആത്മാക്കളുടെ ഇടയനായതുകൊണ്ട് ആ ഇടയനുമായി ആത്മാവിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. അതിനെയാണ് ക്രിസ്തുവാനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തുവാനുഭവം, അത് മറന്നു പോകരുത്. ക്രിസ്തുവാനുഭവം. ഇവിടെ പത്രോസ് പറയുന്നു ആത്മാക്കളുടെ ഇടയൻ. സത്യത്തിൽ ആത്മാക്കളുടെ ഇടയനെ അങ്ങനെ ആസ്വദിക്കുന്ന ഒരു അപ്പോസ്തലൻ, എഴുത്തുകാരൻ എനിക്ക് കാണാൻ കഴിയുന്നത് പത്രോസ് അല്ല, പകരം പൗലോസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ് എന്നൊക്കെയുള്ള മഹത്തായ പ്രസ്താവനകൾ, ആത്മീക പ്രസ്താവനകൾ ചമയ്ക്കുവാൻ പൗലോസിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഗലാത്യലേഖനം 2:20, ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. അതാണ് ക്രിസ്തുവാനുഭവത്തിന്റെ പ്രതിഫലനം. ഫിലിപ്പർ 1:21, ഇനി ജീവിക്കുന്നത് കർത്താവാണ്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയത്തക്ക നിലയിലേക്കുള്ള ആ ഒരു അനുഭവം, അതാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പൊ പത്രോസ് പറയുന്ന ആത്മാക്കളുടെ ഇടയൻ. പിന്നെ അധ്യക്ഷനുമായ പങ്കിലേക്ക്. അധ്യക്ഷന് ഞാൻ മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ നൽകി തന്നിട്ടുണ്ട് ചില അർത്ഥതലങ്ങൾ. അധ്യക്ഷൻ എന്നുള്ളതിന് ഗ്രീക്ക് പദം കൊടുത്തിട്ടുള്ളത് എപ്പിസ്കോപ്പോസ് എന്ന പദമാണ്. എപ്പിസ്കോപ്പോസ്, പ്രസംഗിക്കാൻ കൊള്ളാവുന്ന അനുഗ്രഹീതമായി. ഈ ആത്മാക്കളുടെ ഇടയൻ എന്നുള്ളത് ആന്തരിക ബന്ധമാണ്. അത് ആ നിലയിൽ വിശദീകരിച്ചു കൊടുക്കണം. അടുത്തത് പറയുന്നത് എന്താണ്? അധ്യക്ഷൻ എന്നുള്ളതിന് എപ്പിസ്കോപ്പോസ് എന്നർത്ഥമാണ്. എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പിസ്കോപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിന് 1, 2, 3 അർത്ഥതലങ്ങളും. ഒന്നാമത്തെ അർത്ഥം ചുറ്റിപ്പരിപാലിക്കുന്ന പരിപാലകൻ. 2:25 വാക്യം വായിച്ചിട്ട് യേശുവിന്റെ 2 അതിപ്രധാന മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ആശയമാണ് ഞാൻ പറയുക. ഓക്കെ, എപ്പിസ്കോപ്പോസ് എന്നുള്ളതിന് ഒന്നാമത്തെ അർത്ഥം ചുറ്റിപ്പരിപാലിക്കുന്ന പരിപാലകൻ. ദ സെക്യൂരിറ്റി മാൻ ഹു ഈസ് പട്രോളിംഗ്. അതാണ് ദ സെക്യൂരിറ്റി മാൻ ഹു ഈസ് പട്രോളിംഗ്. ചുറ്റിപ്പരിപാലിക്കുന്ന പരിപാലകൻ എന്നുള്ളത്. സെക്യൂരിറ്റി ഇരുന്നുറങ്ങുന്ന പുള്ളിയല്ല, ചുറ്റി നടക്കുകയാണ് പരിപാലകൻ. ചുറ്റി നടക്കുന്നു, വിസിലടിച്ച് ചൂരവടി തറയിൽ ആഞ്ഞടിച്ചിട്ട് എല്ലാവരെയും ബോധ്യമാക്കുന്നു, ഞാനിവിടെ ഉണർന്നിരിപ്പുണ്ട്, ഉറങ്ങിക്കോ നിങ്ങൾ, ഞാനിവിടെ ഉണർന്ന് ഇതുവഴിയുണ്ട്, ഒരു ഭയവും വേണ്ട, ഉറങ്ങിക്കോളൂ, ഞാനുണ്ട്, ഉണർന്നിരിക്കുന്നുണ്ട്, ഞാൻ ഉണർന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാം എന്ന് പറയുന്നതാണ് വിസിലിന്റെ താളം. ആഞ്ഞു തല്ലുന്നതിന്റെ ശബ്ദം നമ്മളോട് പ്രതിവചിക്കുന്നത് അതാണ്. ഞാൻ ഉണർന്നിരിപ്പുണ്ട്, നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ചുറ്റിപ്പരിപാലിക്കുകയാണ്. എവിടെ നിന്നാണ് ശത്രുവിന്റെ ആക്രമണം ഉണ്ടായേക്കാവുന്നത്, ശത്രുവിന്റെ സാന്നിധ്യം എവിടെ നിന്നായാലും അതിനെ തടയാൻ ചുറ്റിപ്പരിപാലിക്കുന്ന പരിപാലകൻ. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ദ കോച്ച് ഇൻ ആൻ അത്ലറ്റിക് ഫീൽഡ്. കളിക്കളത്തിലെ പരിശീലകൻ. 1 പരിപാലകൻ, 2 പരിശീലകൻ. പരിശീലിപ്പിക്കുകയാണ് ഉന്നത വിജയത്തിനു വേണ്ടി.
അവാർഡുകൾ വാരിക്കൂട്ടുവാൻ, ഫലകങ്ങൾ വാരിക്കൂട്ടുവാൻ, സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കുവാൻ, നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകൻ. നമ്മുടെ സകല വിജയത്തിന്റെയും പിന്നിൽ ഈ പരിശീലകന്റെ അത്യധ്വാനമാണെന്നറിയണം. വിവരമുള്ള കായിക താരം എപ്പോഴും തന്റെ പരിശീലകനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്റർവ്യൂ നടത്തു നോക്കൂ. ഈ ട്രോഫികളുടെ എല്ലാം ചരിത്രം എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ അതിരാവിലെ വിളിച്ചുണർത്തി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നൽകി ഓടിക്കുകയും ചാടിക്കുകയും എക്സസൈസ് ചെയ്യുവാൻ നിർബന്ധിക്കുകയും തണുത്ത വെളുപ്പാങ്കാലത്ത് സുഖമായി കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ അലോസരപ്പെടുത്തിയ ഒരു കോച്ചുണ്ട്. നീരസമായിരുന്നു അദ്ദേഹത്തോട്. പക്ഷേ ഇതെല്ലാം കൂടെ വാരിക്കൂട്ടാൻ പ്രാപ്തി നേടിയപ്പോൾ അദ്ദേഹത്തോടൊരു ആദരവായി. ഇപ്പൊ അദ്ദേഹത്തെയാണ് എപ്പോഴും ഓർക്കുന്നത്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കിട്ടുമായിരുന്നില്ല എന്ന നിലയിലാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ്. പരിശീലിപ്പിക്കുന്നു, കൂടുകളെ കൂടിളക്കി പരിശീലകനായ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. സുഖലോലുപതയിൽ അങ്ങനെ കഴിഞ്ഞു പോയാൽ മാത്രം പോരാ. ചില കഷ്ടനഷ്ടങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, ആക്ഷേപ നിന്ദകളിലൂടെ, അപവാദങ്ങളിലൂടെ ഒക്കെ നമ്മെ നടത്തിക്കൊണ്ടുപോകുന്നത് ചില പ്രതിസന്ധികളിൽ നമ്മൾ പതറാതെ നിൽക്കേണ്ടതിനാണ്. ഉടഞ്ഞെങ്കിലേ വീണ്ടും പണിയപ്പെടാൻ കഴിയുകയുള്ളൂ. വളരെ ഗദ്സമനയുടെ ചക്കിലിട്ട് ആട്ടുമ്പോഴാണ് എണ്ണ ഊറി ഇറങ്ങി വരുന്നത്. അതാണ്. എത്രയോ പുഷ്പങ്ങൾ, എത്രയോ പൂവുകൾ ഞെരിഞ്ഞമരുമ്പോഴാണ് നല്ല പെർഫ്യൂം രൂപപ്പെടാൻ ഇടയാകും. അപ്പോൾ ഈ തകർച്ച, ഈ തളർച്ച ഒക്കെ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ഈ പരിശീലകന്റെ ചില ദയയില്ലാത്ത, ദാക്ഷിണ്യമില്ലാത്ത നടപടികളാകും. ദയയില്ല, ദാക്ഷിണ്യമില്ലെന്നൊക്കെ നമുക്ക് തോന്നിയാലും അതിന്റെ അവസാനം മരണവഴികളല്ല, ഏറ്റവും ഫലപ്രദമായ ഒരനുഭവത്തിലേക്ക് നമ്മളെ നടത്തുന്നതാണ് എന്നറിയണം. അപ്പൊ അതാണ് പരിശീലകൻ. പരിശീലകൻ വല്ലാതെ ദയയില്ലാതെ പെരുമാറി എന്ന് വരാം. പക്ഷേ ദയയില്ലാതെ പെരുമാറുന്നതിന്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഫലദായകമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ദ കോച്ച് ഇൻ ആൻ അത്ലറ്റിക് ഫീൽഡ് എന്നുള്ളതാണ് എപ്പിസ്കോപ്പോസ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ദ ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. ദ ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനത്തിന്റെ തലയായവൻ. അതാണ് എപ്പിസ്കോപ്പോസ് എന്നുള്ളതിന്റെ മൂന്നാമത്തെ അർത്ഥം. സ്ഥാപനത്തിന്റെ തലയായവൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ തല. എഫെസ്യ ലേഖനം 1:23 അതാണ് പറയുക. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് അവനെ തലയാക്കി വെച്ചുമിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1:18 അതാണ് പറയുന്നത്. സഭയുടെ തല ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം. അപ്പൊ ക്രിസ്തു തലയാണ്. ആ തലയോട് യുക്തമായി നമ്മൾ ഏകീഭവിക്കണം. അപ്പൊ യേശു നമ്മുടെ എപ്പിസ്കോപ്പോസ് ആണെന്ന് പറയുമ്പോൾ, കർത്താവ് നമ്മുടെ എപ്പിസ്കോപ്പോസ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ തലയാണെന്നർത്ഥം. ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സഭ എന്ന അനുഗ്രഹീതമായ മഹത് പ്രസ്ഥാനത്തിന്റെ തലയായി നിലകൊള്ളുന്നവൻ. ആ തലയോട് യുക്തമായി നമ്മൾ ഏകീഭവിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യവും ശ്രേഷ്ഠവും നമ്മെ കൊണ്ടുള്ള ധർമ്മം നിവർത്തിക്കാൻ നമ്മൾ പ്രാപ്തരാകുകയും ചെയ്യുന്നത്. അത് നാം ഓർത്തുകൊള്ളണം. ഓക്കെ. നാലാമതൊരർത്ഥം കൂടിയുണ്ട്, ദ ബ്രിഡ്ജ് മേക്കർ. എപ്പിസ്കോപ്പോസ് എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ നാലാമതൊരർത്ഥം കൊടുക്കുന്നത് ദ ബ്രിഡ്ജ് മേക്കർ, പാലം പണിയുന്നവൻ, പാലം നിർമ്മിക്കുന്നവൻ എന്നതാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സുഗമമായി യാത്രയ്ക്ക് വഴിയൊരുക്കുന്നവൻ. അത് പാലം മാത്രമാകണമെന്നില്ല. നടന്നു പോകുവാൻ സുഗമമായ പാതയൊരുക്കുന്നവൻ. ഞാൻ വഴിയാണ് എന്ന് യേശു പറയും. യേശു വഴിയാണ്, അപ്പൊ തന്നെ വഴി കാട്ടിയാണ്. പാലം പണിയുക, കുതിച്ചൊഴുകുന്നതായിരിക്കുന്ന വെള്ളത്തെ മുറിച്ച് പാത ഒരുക്കുന്ന ഒരു രീതിയുണ്ട്. അതല്ല, അതിന്റെ മീതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയും. എങ്ങനെയാണ് ആണെങ്കിലും പാത ഒരുക്കുക, വഴിയൊരുക്കുക, അതാണ് എപ്പിസ്കോപ്പോസ്. മാനവകുലം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ജീവനായ സത്യദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടതിന് പാലമായി നിൽക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു ദ ബ്രിഡ്ജാണ്.
ദൈവത്തെങ്കിലേക്ക് കയറിപ്പറ്റുവാൻ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അക്കരയും ഇക്കരയും നോക്കി നിന്നാൽ പോരാ. ഇക്കരയിൽ നിന്ന് അക്കരയിൽ എത്തണം, അക്കരയിൽ നിന്ന് ഇക്കര എത്തണം. അതിന് പാലം അനിവാര്യമാണ്. ആ പാലമാണ് കടത്തു തോണി. അത്ര സുഖകരമായ കാര്യമല്ല. വെള്ളം കുത്തി ഒഴുകിയാൽ ചിലപ്പോൾ തോണിയും കൂടെ വെള്ളത്തിലായി പോകും. പക്ഷെ അതിന് മീതെ ഒരു പാലമുണ്ടെങ്കിൽ സുഗമമായി ഒരു കുഞ്ഞിനും നടന്ന് അക്കരെ പോകാം. താഴേക്കൂടെ കുതിച്ചെത്രമാത്രം വെള്ളം ശക്തിയോടെ ഒഴുകിയാലും അതിന്റെ മീതെ പുഞ്ചിരിയോടെ നടന്നു പോകുന്നത് പാലമുള്ളത് കൊണ്ട്. എന്നതുപോലെ പാപത്തിന്റെ കുത്തൊഴുക്ക്, പാപത്തിന്റെ അഗാധ പ്രവാഹം സംഭവിക്കുമ്പോഴും യേശുവെന്ന പാലത്തിലൂടെ സുഗമമായി ജീവിതയാത്ര ചെയ്തു പോകാൻ കഴിയുന്നു. അതാണ് എപ്പിസ്കോപ്പോസ്, പാലം പണിയുന്നവൻ എന്നതാണ്. പാലം പണിയുന്നവൻ സകല മനുഷ്യനെയും ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനുള്ള ഏക പാലം കർത്താവ് തന്നെയാണ്. ഏക മധ്യസ്ഥൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു പാലമാണ്, മധ്യസ്ഥൻ. ഓക്കെ, അപ്പൊ ഇത്രയും അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പൽ സഭകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്നതിന് ഇവിടെ ഗ്രീക്കിൽ എപ്പിസ്കോപ്പോസ് എന്ന് പറയും, മലയാളത്തിൽ അധ്യക്ഷൻ എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ ബിഷോപ്പ് എന്ന് പറയുന്നു, ഹിന്ദിയിൽ അധ്യക്ഷ് എന്നാണ്. ഓക്കെ, തമിഴ് ബൈബിളിൽ കങ്കാണി എന്നാ പറഞ്ഞിരിക്കുന്നത്. കങ്കാണി, മേൽനോട്ടക്കാരൻ എന്നർത്ഥത്തിലാണ് അവിടെ കങ്കാണി എന്ന് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലേക്ക് അധ്യക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഗ്രീക്ക് ബൈബിളിലെ എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂതകാലാവസ്ഥ പൗലോസും പത്രോസും പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പൗലോസ് പറയുന്നത് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ ആണ് ഭൂതകാലാവസ്ഥയും വർത്തമാന കാലാവസ്ഥയും. പത്രോസ് 2-ാം അധ്യായത്തിൽ. ഒരു സംശയം ചോദിച്ചത്, ഈ മൂപ്പന് പരാമർശിക്കുന്നുണ്ടല്ലോ ബൈബിള്. ഇപ്പൊ ബ്രദറൻകാര് പറയുന്ന മൂപ്പൻ എന്ന് പറയുന്നത് സഹോദരന്മാര് അവർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ്. പ്രത്യേക അധ്യക്ഷ പേരുകളൊന്നുമില്ല. അധ്യക്ഷൻ എന്ന് പറയുന്നത് മൂപ്പനാണ്, പാസ്റ്റർ അല്ലെന്നൊക്കെ അവരൊരു വിമർശനം പറഞ്ഞു. വാസ്തവത്തിൽ ഈ മൂപ്പൻ എന്ന് പറയുന്നത് എന്താ സാറേ? മൂപ്പൻ എന്നുള്ളതിന് മലയാള ബൈബിളിൽ ശുശ്രൂഷകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. തിമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ 9-10 താഴേക്കുള്ള വാക്യങ്ങൾ ശുശ്രൂഷക്കാരൻ, ശുശ്രൂഷക്കാരെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഡീക്കൻ എന്നാണ് കൊടുത്തത്. ബിഷോപ്പ് എന്നുള്ളത്, പാസ്റ്റർ എന്നൊക്കെ ഉള്ളത് ഒരു കാറ്റഗറിയും, ശുശ്രൂഷക്കാരൻ ഡയോക്കണീസ് എന്ന് പറയുന്ന ആ പദം മറ്റൊന്നുമാണ്. എപ്പിസ്കോപ്പോസ് ആൻഡ് ഡയോക്കണീസ് രണ്ടും 2 പദങ്ങളാണ്. അവരതിനെ ഒന്നായിട്ട് കാണുന്നു എന്നുള്ളത്. അതാണ് മൂപ്പൻ എന്നുള്ളതിന് അധ്യക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അധ്യക്ഷൻ. മറ്റേത് ശുശ്രൂഷകൻ എന്നുള്ളത്, ശുശ്രൂഷക്കാരൻ. രണ്ടും പദങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷയിലും വ്യത്യാസമുണ്ട്. അതാണ്. തിമോത്തിയോസ് ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, തെസ്സലോനിക്ക ലേഖനം കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. 2 2 എന്ന് മാത്രം അറിയുക. 2 2. അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് 3:1 പറഞ്ഞിട്ട് പിന്നീട് താഴേക്ക് വരുമ്പോൾ ശുശ്രൂഷക്കാരൻ, ശുശ്രൂഷകൻ, ശുശ്രൂഷക്കാരെത്തി എന്നും എടുത്തെടുത്ത് പറയുന്നു. ഓക്കെ, തിമോത്തിയോസ് ലേഖനത്തിന്റെ ഭാഗം. അപ്പോൾ പത്രോസും പൗലോസും രണ്ടുപേരും നമ്മുടെ പൂർവ്വകാല അവസ്ഥയും വർത്തമാനകാല സ്ഥിതിയും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ ത്രികാലാവസ്ഥയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഭാവി കാലാവസ്ഥ അത് 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കും പോലെയാകും. അവൻ ഇരിക്കും പോലെ. യേശു എന്താണോ, യേശു എങ്ങനെയാണോ അതുപോലെ നാം ആകും എന്ന് പറഞ്ഞ് 2-ാം വാക്യത്തിൽ നമ്മുടെ ഭാവികാല അവസ്ഥയിലേക്ക് ചൂണ്ടുകയാണ്. നമ്മൾ ഇന്നലെ ദയനീയമായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു, ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു, അന്ധവിശ്വാസത്തിലായിരുന്നു. ഇപ്പോൾ നമ്മെ എഫെസ്യർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു, സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. വർത്തമാന കാലാവസ്ഥ. ഇനി ഭാവി കാലാവസ്ഥ എന്താ? യേശുവെ പോലെ നമ്മളായിത്തീരും. രൂപാന്തര ശരീരം, ആത്മശരീരികളായി നമ്മൾ മാറുന്ന അവസ്ഥയാണ്. പുനരാഗമനം നടക്കുമ്പോൾ 2 കാര്യം നടക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അപ്പൊ രൂപാന്തര ശരീരികളായി കർത്താവിനെ പോലെ, അവൻ ഇരിക്കും പോലെ നമ്മളാകും. ഈ വ്യത്യസ്തതകളും വ്യതിരക്തതകളും മാറും. ഈ വരൾച്ച മാറും, തളർച്ച മാറും, വിളർച്ച മാറും. എന്നിട്ട് നമ്മൾ കർത്താവിനെ പോലെ ആകും. അതാണ് നമ്മുടെ ഭാവി കാലാവസ്ഥ. അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കി പാർക്കുന്നത്.
റോമാലേഖനം 8:18 അതാണ് പറയുക. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്, അതാണ് നമുക്ക് പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യോഹാന്യ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ കണ്ടു, നമ്മുടെ ത്രികാലാവസ്ഥയെ കുറിച്ച് കണ്ടു, ദൈവസ്നേഹത്തിന്റെ ദൃശ്യ ആവിഷ്കാരം നമ്മൾ കണ്ടു, 2 വിഭാഗം മക്കൾ, ഇതൊക്കെ യോഹാന്യ സിദ്ധാന്തങ്ങൾ എന്ന നിലയിലാണ്. ഇനി 3-ാം അധ്യായത്തിലെ ബാക്കി ഭാഗങ്ങളെ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ചിന്തിക്കാം. തിങ്കളാഴ്ച കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഞാൻ ഇന്ന് നെയ്യാറ്റിൻകരയിലാണ് കൺവെൻഷൻ. ഈ 3 ക്ലാസ്സോടെ കഴിഞ്ഞാൽ ഉടൻ നെയ്യാറ്റിൻകരയ്ക്ക് യാത്രയാകുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് പോകണം എനിക്ക്. നാളെ പകലും രാത്രിയിലും തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് മടങ്ങി വരുന്ന വെളുപ്പാങ്കാലത്ത് വേണം വീണ്ടും 6 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടാൻ. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാവിധമായ പിന്തുണയും പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഇവിടെ പ്രത്യേക ഉപവാസങ്ങളൊക്കെ ക്രമീകരിച്ച് അതിനെല്ലാവിധ പിന്തുണയും പ്രഖ്യാപനം ചെയ്യുന്നു, പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്ന കർത്തൃദാസനെയും കർത്തൃദാസിയെയും കർത്താവ് ആത്മാവിൽ ബലപ്പെടുത്തട്ടെ. പുതിയ കരുത്തോടുകൂടെ 40 കഴിയുമ്പോൾ പുറത്തു വരാനും ദൈവസഭയ്ക്ക് കൂടുതൽ ഗുണകരമാകാനും കർത്താവ് കൃപ ചെയ്യട്ടെ. അതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് ദേവദാസൻ ഇന്നത്തെ ക്ലാസ്സിലെ ത്രികാല അവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദേവദാസനെ ശക്തീകരിച്ചല്ലോ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദേവദാസിന്റെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുടർമാനമായി നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ശക്തമായി കർത്താവ് ഉപയോഗിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ പ്രിൻസ് പാസ്റ്റർ സഭയില് 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കാണല്ലോ. ഉപവാസ പ്രാർത്ഥന ഏറെ അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ. തുടർന്ന് സെബാസ്റ്റ്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു ശനിയാഴ്ചയുടെ പ്രഭാത വേളയിൽ ഞങ്ങൾക്ക് വീണ്ടും തിരുസന്നിധിയിൽ കൂടി വരുവാനും അങ്ങയുടെ വചനങ്ങളെ ഞങ്ങൾക്ക് ആഴത്തിൽ പഠിക്കുവാനും കർത്താവ് ഞങ്ങളുടെ കൃതകാല അനുഭവങ്ങളെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിപ്പാനും തക്കവണ്ണം ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് ഭൂതകാലത്തിന്റെ പരാജയങ്ങളിൽ നിന്ന് കർത്താവ് വർത്തമാനകാലത്തിന്റെ നന്മകളിലൂടെ നടത്തി ഭാവികാല പ്രത്യാശയിലേക്ക് കൊണ്ടുപോകുന്ന ആ ശ്രേഷ്ഠമായ അനുഭവത്തെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ഇന്ന് പ്രഭാതത്തിലും ഞങ്ങൾക്ക് ഉപയോഗിച്ചതിനായി സ്തോത്രം. വീണ്ടും സഹായിക്കണം. ഇന്ന് പകൽ നാളെയൊക്കെ നടക്കുന്ന നല്ല വ്യത്യസ്ത ഇടങ്ങളുള്ള തൻ്റെ പ്രോഗ്രാമുകൾ ഏറ്റവും അനുഗ്രഹമാകുവാൻ ദൈവാത്മാവ് തന്നെ സഹായിക്കണം. കാര്യങ്ങൾ ഉപയോഗിക്കണം. വിശേഷിച്ച് 40 ദിവസക്കാലം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിൻസ് സെബാസ്റ്റ്യൻ, തന്റെ കുടുംബം, തന്നോട് ചേർന്നുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥന കർത്താവ് കഴിയുമ്പോൾ വളരെ വിടുതലോടെ ശക്തിയോടെ ശുശ്രൂഷയുടെ കരുത്തോടെ ആയിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താന്റെ കൃപയിൽ മറയ്ക്കണം. തിങ്കളാഴ്ചകൾ ഒരുമിച്ച് കൂടുവരെയും അതാതിരങ്ങളെ സൂക്ഷിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂട്ടായ്മ നാം ഏവരോടും തുടർന്നും അവിടുത്തെ വരവോളം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും.